രണ്ട് പോയില്ലേ? അവരുടെ കയ്യിലിരുന്നതും പോയി, കൊട്ടക്കിടന്നതും പോയി, രണ്ടും കൂടെ പോയല്ലോ. അവരുടെ കണക്ക് വലിയ വമ്പിച്ച കണക്കൊക്കെ ആയിരുന്നു. പക്ഷെ ആ കണക്കൊന്നും ഫലത്തിൽ വന്നില്ല. അവർക്ക് എന്ത് പറ്റി? അവർക്ക് 2,77,000 വോട്ടായിട്ട് താന്നു. അവരുടെ ബേസ് വോട്ട് എത്രയാണ്? ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3,14,787 വോട്ട്. അതായിരുന്നു അവരുടെ ബെഞ്ച് മാർക്ക്. വാസവൻ മത്സരിച്ച സമയത്ത് അത് കേരള കോൺഗ്രസ് ഇന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിനകത്ത് കേരള കോൺഗ്രസ് മൈനസ് ആയിട്ടാണ് ഈ പറയുന്ന 3,14,787 വോട്ട്. അതിൽ കേരള കോൺഗ്രസ് വോട്ടില്ല. മാണി ഗ്രൂപ്പിന്റെ വോട്ട് അതിനകത്തില്ല. അതേസമയം ഇതെല്ലാം കൂടെ കൂടിയപ്പോഴും ഇത് താഴോട്ട് പോയി. അതാണ് ഞാൻ ചോദിച്ചത്. CPM വോട്ട് എവിടെ പോയി എന്ന് അവർ തന്നെ പറയണം. ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി, ജനങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതാണ്. അതിനകത്ത് CPM എന്ന ഒരു ട്രേഡ് മാർക്ക് ഒന്നും തന്നതല്ല, ഞങ്ങൾക്ക് തന്നെ അവർ ചെയ്തതാണ്. കാരണം എന്താ? ഈ ഞങ്ങൾ എടുത്ത നിലപാടുകളുടെ അവരുടെ യോജിപ്പാണ്. കേരള ഗവൺമെന്റിന്റെ ജനവിരുദ്ധ പ്രവർത്തനം, ബോഡിയുടെ ഏകാധിപത്യ പ്രവണത, ഇതിനെ രണ്ടിനെ എതിർക്കുന്ന ആളുകളാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. ആ വോട്ട് വന്നപ്പോഴാണ് 19 വോട്ട് പോലും അവരുടെ അന്നത്തെ മുന്നണിക്കകത്തുണ്ടായിരുന്ന വോട്ട് പോലും ഈ വിപുലപ്പെടുത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥിക്ക് കിട്ടാതെ പോയി. ഞാൻ പറയും, ഒരു തെരഞ്ഞെടുപ്പിനകത്ത് കണ്ട നമ്മളുടെ ഡിഫറൻസ് ആണ്. ആ ബെഞ്ച് മാർക്കിൽ നിന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി താഴോട്ട് പോയത്. അതെന്തുകൊണ്ട് എന്ന് അവരാ വിശദീകരിക്കേണ്ടത്. അവർ പറയണത് എന്തുകൊണ്ട് അംഗീകരിച്ചു. ആ ജനങ്ങളുടെ അംഗീകാരത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ അതിൻ്റെ ഫിഗേഴ്സ് നോക്കിയപ്പോൾ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ താഴോട്ടാണ് അവര്. ഇന്ന് അവരുടെ സ്ഥിതി വളരെ ദയനീയ. 2010 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതര മുന്നണിയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇതര മുന്നണിക്ക് കിട്ടിയ വോട്ട് പോലും ഇപ്പം നിലനിൽക്കുന്നില്ല. അതിനകത്തു നിന്നാണ് ഈ 37,000 വോട്ടിന്റെ കുറവ്, 37,422 വോട്ട് താഴോട്ട് പോയത്. അതാണ് പ്രശ്നം. വളരെ സീരിയസ് ഇഷ്യൂ അല്ലേ അത്? അത് വരട്ടെ, അതൊക്കെ ആദ്യം മുന്നണി ഒന്ന് എല്ലാം നല്ല വിധത്തിൽ നമുക്ക് തൃപ്തികരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം, നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാം. അഭൂതപൂർവമായ ഒരു വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് കോട്ടയത്തുണ്ടായിരിക്കുന്നത്. അതിന് വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളോടും ഞങ്ങളുടെ സഹായിച്ചിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഞങ്ങൾ നന്ദി പറയുകയാണ്. സത്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേകിച്ച് നന്ദി കൂടി പറയാം. കാരണം യഥാർത്ഥ കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ളൊരു പരിശ്രമം ഞങ്ങൾക്ക് വളരെ വളരെ തൃപ്തികരമായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ കോട്ടയം ഉത്സവം ഒരു ഗംഭീരാക്കിയതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനാലിസിസ് പൂർണ്ണമായി നടത്തുന്നതിനുള്ള സമയം എത്തുന്നതേ ഉള്ളൂ. പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് താഴോട്ടാണ് പോയത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച CBN വാസവന് 3,14,787 വോട്ടാണ് കിട്ടിയത്. അതിൽ അന്ന് കേരള കോൺഗ്രസ് അതിലില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമേ ഉള്ളൂ. CPM നേതൃത്വം കൊടുക്കുന്നു. അതേ CPM നേതൃത്വം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാണ്ടിക്കാരന് കിട്ടിയത് 2,77,365 വോട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ 37,422 വോട്ട് താഴോട്ട് പോയി. ഒരു പാർട്ടി അങ്ങോട്ട് പോയിട്ടും മൊത്തം വോട്ടിൻ്റെ കഥ വന്നപ്പോൾ 37,422 വോട്ട് കുറഞ്ഞുപോയി. അതിൻ്റെ ഉത്തരം അവരാ പറയേണ്ടത്. അവരുടെ കീശയിലിരുന്ന വോട്ട് എങ്ങനെയാണ് പോയത്, എങ്ങനെയാണ് സംഭവിച്ചത്, അതിൻ്റെ ഉത്തരം അവരാണ് പറയേണ്ടത്.